നമസ്കാരം. കലൂർ സ്റ്റേഡിയത്തിൽ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ നൃത്ത പരിപാടിയിലെ പണപ്പിരിവ് സംബന്ധിച്ച വിവാദത്തിൽ വിശദീകരണവുമായി മൃദംഗവിഷൻ MD എം നികോഷ് കുമാർ രംഗത്ത്. മൃദംഗവിഷനെതിരെ നടക്കുന്നത് വ്യാജ പ്രചരണമാണെന്ന് നികോഷ് കുമാർ പറഞ്ഞു. എല്ലാ പണമിടപാടും ബാങ്ക് വഴിയാണ് നടന്നത്. 3.5 കോടി രൂപയാണ് പരിപാടിക്കായി കളക്ട് ചെയ്തിട്ടുള്ളതെന്നും നികോഷ് കുമാർ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. 2,900 രൂപ ഒരാളിൽ നിന്ന് വാങ്ങിയെന്നും അതിൽ ഉൾപ്പെടുത്തിയാണ് സാരി നൽകിയതെന്നും നികോഷ് കുമാർ വ്യക്തമാക്കി. 2,900 രൂപയാണ് ഒരാളിൽ നിന്ന് വാങ്ങിയത്, അതിൽ ഉൾപ്പെടുത്തിയാണ് സാരി നൽകിയത്. 390 രൂപയുടെ സാരി 1,600 രൂപയ്ക്ക് നൽകിയിട്ടില്ല. 2 പട്ട് സാരി, ലഘുഭക്ഷണം എന്നിവയാണ് ഒരാൾക്ക് വാഗ്ദാനം ചെയ്തത്. 3.5 കോടി രൂപ ശേഖരിച്ചു. 3.10 കോടി രൂപ ചെലവായി. 24 ലക്ഷം രൂപ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് കൈമാറി. എല്ലാ പണമിടപാടും ബാങ്ക് വഴിയാണ് നടന്നത്. GST കഴിച്ചുള്ള കണക്കാണ് 3.56 കോടി. 1 രൂപ പോലും സാരി ഇനത്തിൽ അധികമായി വാങ്ങിയിട്ടില്ല. GST കഴിച്ച ഒരാളിൽ നിന്ന് 2,900 രൂപ വാങ്ങി. ഇൻഡിവിജ്വലായി ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് ലഭിക്കും. അത് ഞങ്ങളും ഗിന്നസും തമ്മിലുള്ള കരാറാണ്. 2 മാസമാണ് അതിനുള്ള പ്രോസസ്സിംഗ് ടൈം. MLAക്ക് സംഭവിച്ച അപകടത്തിൽ ഖേദിക്കുന്നു. റെക്കോർഡ് പൂർത്തിയായതിനു ശേഷമുള്ള 4 മണിക്കൂർ പ്രോഗ്രാമുകൾ ഞങ്ങൾ ഉപേക്ഷിച്ചു. പക്ഷേ റെക്കോർഡിനായുള്ള പരിപാടി ഉപേക്ഷിക്കാൻ കഴിയില്ലായിരുന്നു. പല സ്ഥലത്ത് നിന്നെത്തിയ ആളുകളാണ്, അവരെ മടക്കി അയക്കാൻ കഴിയില്ല. കൊച്ചിയിലെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയാണ് പെർമിഷൻ കാര്യങ്ങൾ നോക്കിയത്. അതിനുള്ള പണം അവർക്ക് കൈമാറിയിട്ടുണ്ട്. എല്ലാ പെർമിഷനും അവർ എടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങളെ അറിയിച്ചത്. സുരക്ഷാ വീഴ്ച സംഭവിച്ചതായി തോന്നുന്നില്ലെന്നും നികോഷ് കുമാർ പറഞ്ഞു. അതേസമയം ഒരു മന്ത്രിയും MLAയും അടക്കം VIP-കളും 15,000-ലേറെ പേർ പങ്കെടുക്കുകയും ചെയ്ത മെഗാ നൃത്തസന്ധ്യ സ്റ്റേഡിയത്തിൽ മൃദംഗവിഷൻ പരിപാടി സംഘടിപ്പിച്ചത് പല അനുമതികളും ഇല്ലാതെയാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. സംഭവത്തിൽ നൃത്ത പരിപാടി സംഘാടകർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു. നികോഷ് കുമാർ, ഇയാളുടെ ഭാര്യ, മൃദംഗവിഷൻ CEO ഷമീർ അബ്ദുൾ റഹീം, നൃത്ത അധ്യാപിക എന്നിവരടക്കം 5 പേരെ പ്രതിയാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിലെ പ്രധാന നർത്തകിയായിരുന്ന ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായ പൂർണിമ എന്ന യുവതിയും പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. ഭാരതീയ ന്യായ സംഹിതയിലെ 316(2), 318(4), 318(3), 318(5) എന്നീ വകുപ്പുകൾ പ്രകാരമാണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത്. ദിവ്യ ഉണ്ണിയുടെ സുഹൃത്തായ പൂർണിമ അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തിയാണ്. 1 മുതൽ 5 വരെയുള്ള പ്രതികൾക്ക് നർത്തകരെ ചതിച്ച് അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ലക്ഷ്യമുണ്ടായതായി FIR-ൽ പറയുന്നു. 2,000 രൂപ കൊടുത്താൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടാമെന്ന് വിശ്വസിപ്പിച്ച് പണം കൈപ്പറ്റിയെന്നും 1,600 രൂപ വേറെയും കൈപ്പറ്റിയതായും FIR-ൽ പറയുന്നു. 12,000-ഓളം പേരുടെ അടുത്ത് നിന്ന് ഭീമമായ തുക വാങ്ങിയെന്നും FIR-ലുണ്ട്. പരിപാടിയിൽ പങ്കെടുത്ത രക്ഷിതാക്കളുടെ മൊഴി പോലീസ് നേരത്തെ എടുത്തിരുന്നു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ വിളിച്ചു വരുത്തിയാണ് മൊഴിയെടുത്തത്. കുട്ടികളുടെ പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ ഇന്നലെ കേസെടുത്തിരുന്നു. ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് നടത്തിയ പരിപാടിയിൽ വൻ രജിസ്ട്രേഷൻ കൊള്ള നടന്നതായി ആരോപണങ്ങളുണ്ടായിരുന്നു. കുട്ടികളിൽ നിന്ന് 1,400 മുതൽ 5,000 രൂപ വരെ വാങ്ങിയതായിട്ടാണ് മൃദംഗനാഥം സംഘാടകർക്കെതിരെയുള്ള ആരോപണം. കുട്ടികളിൽ നിന്ന് പിരിച്ച രൂപ കൂടാതെ ദിവ്യ ഉണ്ണിയുടെ പേരിലും പണപ്പിരിവ് നടത്തിയതായി ആരോപണമുണ്ട്. പരസ്യത്തിനായി വൻതുക സംഘാടകർ പിരിച്ചുവെന്നും നൃത്ത അധ്യാപകർ പറഞ്ഞിരുന്നു. അതേസമയം അനുമതിയില്ലാതെ സ്റ്റേജ് കെട്ടിയതിന്റെ കാരണം ചോദിച്ചും ഷോയുടെ ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ച് വിശദാംശങ്ങൾ ഹാജരാക്കാൻ നിർദ്ദേശിച്ചും സംഘാടകർക്ക് കോർപ്പറേഷൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കലൂർ സ്റ്റേഡിയത്തിൽ നടത്തുന്ന നൃത്ത പരിപാടിക്ക് സാധാരണഗതിയിൽ കോർപ്പറേഷൻ നൽകുന്ന PPR ലൈസൻസ് നിർബന്ധമാണ്. ലൈസൻസ് എടുക്കാതെയാണ് ഗാലറിയിൽ സ്റ്റേജ് നിർമ്മിച്ച് സംഘാടകർ പരിപാടി നടത്തിയത്. ഇതിന് വിശദീകരണം നൽകണമെന്ന് റവന്യൂ വിഭാഗം നൽകിയ നോട്ടീസിൽ പറയുന്നു. ഷോയുടെ ടിക്കറ്റ് വിൽപ്പന സംബന്ധിച്ച് വിനോദ നികുതി വെട്ടിച്ചതിനാണ് 2ാമത്തെ നോട്ടീസ്.